ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് കൊടികുത്തിമലയിലാണുള്ളത്. കൊടികുത്തിമല വളരെ രസകരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കൊടികുത്തിമല. ഇവിടേക്ക് പ്രവേശനമുണ്ട്. പ്രവേശനത്തിന് സമയമുണ്ട് കേട്ടോ. കാലത്ത് 8 മണി മുതൽ 5 മണി വരെയാണ് ഇതിൻ്റെ സമയം. പക്ഷേ 5 മണിൻ്റെ മുന്നേ നിങ്ങൾ അവിടെ എത്തണം. 4 മണിക്ക് വന്നു കഴിഞ്ഞാലാണ് കൊടികുത്തിമലയിലേക്ക് കയറിയിട്ട് അതിനുള്ള എല്ലാ വൈബുകളും കണ്ട് കയറാൻ പറ്റുന്നുള്ളൂ. ഇതുപോലൊക്കെ ഫോട്ടോഷോട്ടുകളൊക്കെ എടുക്കാനുണ്ടാവും. ഒരുപാട് നല്ല വ്യൂസ് ഉള്ള സ്ഥലമാണ് കൊടികുത്തിമല എന്ന് പറയുന്നത്. ഒരുപാട് വ്യൂസും നല്ല അന്തരീക്ഷമാണ്. അവിടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. നമ്മളൊരു കടപ്പുറത്ത് പോയാലുള്ള അതിലും മനോഹരമായ തണുത്ത കാറ്റൊക്കെ കിട്ടുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് കൊടികുത്തിമല. ഇത് ഏറ്റവും ടോപ്പിൽ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആകാശം മേഘങ്ങളൊക്കെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന പോലെ തോന്നും. നല്ല മനോഹരം, ചുറ്റും കാണാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഇത്. കൊടി കുത്തിയ സ്ഥലം തന്നെയാണ് ഈ കൊടികുത്തിമല എന്നുള്ളത്. ഒരുപാട് ഐതിഹ്യങ്ങൾ കിടക്കുന്നുണ്ട് ഈ സ്ഥലത്ത്. കൊടികുത്തിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എല്ലാം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് വന്ന ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽപ്പെട്ട ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് നടന്നു പോകാനൊക്കെ വളരെ ഈസിയായി പോകാൻ പറ്റുന്ന ഒരു പ്രദേശം കൂടെയാണ് കൊടികുത്തിമല. ഇപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രദേശം. കാരണം കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ടാണല്ലോ വരിക. നല്ല ഈ പ്രദേശത്ത് കയറി ഇരുന്നാൽ ഒരുപാട് വ്യൂസുകളും ഫോട്ടോഷൂട്ടുകളും എല്ലാം ചെയ്യാൻ പറ്റുന്നൊരു പ്രദേശമാണ് കൊടികുത്തിമല. ഇവിടെ ഇപ്പോൾ സഞ്ചാരികളുടെ ഒഴുക്ക് തന്നെയാണ്. പ്രവേശനം ടിക്കറ്റ് മൂലമാണെങ്കിലും അത്ര വലിയൊരു പൈസ ഒന്നും ഇല്ല, കൊടുക്കുന്നില്ല. നല്ല വ്യൂസ് കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ പൊന്നാനി കടലോ തിരമാലകൾ കാണാൻ കഴിയും വേനൽക്കാലങ്ങളിൽ എന്ന് എഴുതി വച്ചിട്ടുണ്ട് ഈ സ്ഥലത്ത്. അത്ര ഈ പൊന്നാനിയിലേക്ക് ഏകദേശം 60 കിലോമീറ്ററോളം ദൂരം ഉണ്ടാകും ഇവിടുന്ന്. ആ തിരമാലകൾ കണ്ടതുകൊണ്ടാവാം അവിടെ എഴുതി വച്ചിട്ടുണ്ട്, ബോർഡിൽ സൂചന നൽകിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് നമ്മുടെ നെല്ലിക്ക മരങ്ങൾ ഒരുപാടുണ്ട് അവിടെ. അതിൻ്റെ ഒരു തോട്ടം തന്നെയാണ് അവിടെ ഉള്ളത്. അതൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ല വൈബാവട്ടാവും. ഇതൊക്കെ അവിടെ ചെന്ന് കാണേണ്ട ഒരു പ്രദേശം തന്നെയാണ്. വളരെ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ കണക്ക് സമുദ്രനിരപ്പിൽ നിന്നും 1770 അടി ഉയരത്തിലാണ് ഈ അമ്മിണിക്കാട് എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അമ്മിണിക്കാട്ടുകാരുടെ ഒരു സ്വപ്ന പദ്ധതി ഒരു നല്ലത് തന്നെയാണ് കൊടികുത്തിമല. സ്വപ്ന പദ്ധതിയല്ല, അമ്മിണിക്കാട്ടുകാർക്ക് ഒരു സന്തോഷമുള്ള പ്രദേശമാണ് കൊടികുത്തിമല. ഒരുപാട് പർവ്വത നിരകൾ ഇങ്ങനെ കിടക്കാണ്. ഏകദേശം ഒരു വിമാനത്തിലൊക്കെ പോകുന്നൊരു വൈബാണ് നമുക്കിത് കിട്ടുക. മേലെ നിന്ന് നോക്കുമ്പോൾ വിമാനത്തിലിരുന്നിട്ട് പോണവർക്കറിയാം. അത് താഴോട്ട് നോക്കുമ്പോഴുള്ള അതേപോലെയാണ് ഇത്. നല്ല വ്യൂസ് കിട്ടുന്ന ഒരു പ്രദേശമാണ് കൊടികുത്തിമല. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോയിക്കോളൂ. നല്ല അടിപൊളി സംഭവമാണ്. ഒരു 1 ഡേ ടൂറൊക്കെ അടിപൊളിയാക്കി ചെയ്യാൻ പറ്റും കൊടികുത്തിമല. അവിടെ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വേറെയും ഉണ്ട്. പെരിന്തൽമണ്ണയിലാണ് ഇത്. പെരിന്തൽമണ്ണയിൽ നിന്നും 7 കിലോമീറ്ററാണ് കൊടികുത്തിമലയുടെ ദൂരം. അപ്പോൾ എല്ലാവരും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്